നേരെ ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്കാണ്, അവിടെ നിന്നുള്ള കാഴ്ചയിലേക്കാണ് പോകുന്നത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സല്യൂട്ട് സ്വീകരിക്കുന്നതാണ് പ്രേക്ഷകർ കാണുന്നത്. 77ാം റിപ്പബ്ലിക് ദിന ആഘോഷം വിപുലമായി തന്നെ ആഘോഷിക്കുകയാണ് രാജ്യവും സംസ്ഥാനവും. തലസ്ഥാനത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അവിടെ പരേഡ് പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മന്ത്രി വി ശിവൻകുട്ടി, ഒപ്പം മേയർ വി രാജേഷ് എന്നിവർ ഉൾപ്പെടെ വിശിഷ്ടാതിഥികളെല്ലാം എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് ദൃശ്യങ്ങളിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിന് എത്താൻ പോകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. മുഖ്യമന്ത്രി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എത്തിയിരിക്കുന്നു. അവിടെ പരേഡ് പരിശോധിക്കുകയാണ്. ഗാർഡ് ഓഫ് ഓണർ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം അവിടുത്തെ ഒഫീഷ്യൽ ചടങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട്. അവിടെ റിനു ശ്രീധർ വിവരങ്ങൾ ചേരുന്നു. റിനു, പ്രൗഢമാണ്, അതേസമയം തന്നെ ഗംഭീരവുമാണ്. തീർച്ചയായും ആഷ്മി, പ്രവിധ എന്തായാലും 77ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇത് ആരംഭിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അല്പസമയം മുമ്പാണ് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തി പതാക ഉയർത്തിയത്. ഇപ്പോൾ അദ്ദേഹം ഈ പരേഡ് പരിശോധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ മേയർ വി രാജേഷ്, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അടങ്ങിയ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ജനപ്രതിനിധികളടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അല്പസമയം മുമ്പാണ് സെക്കൻഡ് ഇൻ കമാൻഡ് ക്യാപ്റ്റൻ അഭിഷേക് ദുബെ എത്തി കമാൻഡ് പരിശോധിക്കുന്നതിന് വേണ്ടി ഗവർണറെ ക്ഷണിച്ചത്. തുടർന്ന് അദ്ദേഹം വാഹനത്തിൽ കയറി ഇപ്പോൾ പരേഡ് നടത്തുന്ന അല്ലെങ്കിൽ പരിശോധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ പരേഡ് ലീഡ് ചെയ്യുന്നത് പരേഡ് കമാൻഡർ വിംഗ് കമാൻഡർ വികാസ് വഷിഷ്ഠാണ്. എയർഫോഴ്സിന്റെ സ്റ്റേഷൻ ശംഖുമുഖം ദക്ഷിണ വ്യോമ കമാൻഡന്റ് കൂടിയാണ് അദ്ദേഹം. സെക്കൻഡ് ഇൻ കമാൻഡായി ക്യാപ്റ്റൻ അഭിഷേക് ദുബെയുമുണ്ട്. 2ാം ബറ്റാലിയൻ മദ്രാസ് റെജിമെന്റ് ഭാരതീയ കരസേനയുടെ ക്യാപ്റ്റനാണ് അദ്ദേഹം. എന്തായാലും ഇപ്പോൾ ഔദ്യോഗികമായിട്ട് സംസ്ഥാനതല പരിപാടി ആരംഭിച്ചു കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ അവതരിപ്പിക്കുന്ന ദേശീയ ഗാനം ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ ഉൾപ്പെടെ ഇവിടെ ഇവിടെ പരിപാടി ഉൾപ്പെടെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതെല്ലാം തന്നെ നടക്കും. എന്തായാലും ഇപ്പോൾ നിലവിൽ ഗവർണർ ഇപ്പോൾ പരേഡ് പരിശോധിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം ഇവിടെ എത്തിയതിനു ശേഷം സല്യൂട്ട് സ്വീകരിക്കും. വിവിധ സേനകളുടെ മാർച്ച് പാസ്റ്റും ഉണ്ടാകും. സായുധ ഘടകങ്ങളായിട്ടുള്ളത് ഭാരതീയ കരസേന, ഭാരതീയ വ്യോമസേന, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് പോലീസ്, മലബാർ സ്പെഷ്യൽ പോലീസ്, ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ, കേരള സായുധ വനിതാ പോലീസ് ബറ്റാലിയൻ, റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സ്, തിരുവനന്തപുരം സിറ്റി പോലീസ്, കേരള ജയിൽ വകുപ്പ്, അതുപോലെ തന്നെ കേരള എക്സൈസ് വകുപ്പ്, കേരള വനം വകുപ്പ് എന്നിവയുടെ പ്ലറ്റൂണുകളാണ്. സായുധരല്ലാത്ത ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, സൈനിക സ്കൂളിലെ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ NCC സീനിയർ ഡിവിഷൻ, അതുപോലെ തന്നെ NCC സീനിയർ വിംഗ് ആൺകുട്ടികൾ പെൺകുട്ടികൾ, NCC സീനിയർ ഡിവിഷൻ നേവൽ യൂണിറ്റ്, NCC സീനിയർ ഡിവിഷൻ എയർ സ്ക്വാഡ്, അതുപോലെ തന്നെ നാഷണൽ സർവീസ് സ്കീം. സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് നാഷണൽ സർവീസ് സ്കീം ഇത്തരത്തിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, അതുപോലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ആൺകുട്ടികൾ പെൺകുട്ടികൾ വിഭാഗങ്ങൾ, ഭാരത് സ്കൗട്ട്, അതുപോലെ തന്നെ ഭാരത് ഗൈഡ്, ഇങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് അല്ലെങ്കിൽ സായുധരല്ലാത്ത ഘടകങ്ങളാണ് പങ്കെടുക്കുന്നത്. ഒപ്പം പോലീസിന്റെ അശ്വാരൂഢ സേനയും ഉണ്ട്. അതുപോലെ തന്നെ പങ്കെടുക്കുന്ന ബാൻഡുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഭാരതീയ കരസേനയുടെ ബാൻഡുണ്ട്, തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ ബാൻഡുണ്ട്, ആംഡ് പോലീസ് ബറ്റാലിയന്റെ ബാൻഡുണ്ട്. ഇങ്ങനെ വിവിധ പരിപാടികളാണ് എന്തായാലും സെൻട്രൽ സ്റ്റേഡിയത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത്. എന്തായാലും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇപ്പോൾ പരേഡ് പരിശോധിക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അഭിവാദ്യം സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം വിശിഷ്ട വ്യക്തികൾ അവിടെയുണ്ട്. കൊച്ചിയിൽ മന്ത്രി പി രാജീവ് അഭിവാദ്യം സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നു. തിരുവനന്തപുരത്ത് വിവിധ സേനാ വിഭാഗങ്ങൾ, NCC സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയവർ പരേഡിൽ അണിനിരന്നിട്ടുണ്ട്. അവരുടെ അടക്കം അഭിവാദ്യമാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്വീകരിക്കുന്നത്. നേരത്തെ റിനു പറഞ്ഞതുപോലെ NCC സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയവർ പരേഡിൽ അണിനിരക്കും. പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അവിടെ അഭിവാദ്യം സ്വീകരിക്കുന്നു. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും സമയം 9 മണിയാകുമ്പോഴേക്കും എല്ലാ സ്ഥലങ്ങളിലും മന്ത്രിമാർ, ജനപ്രതിനിധികൾ അണിനിരക്കുന്ന പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ഗവർണർ പതാക ഉയർത്തി അവിടെ തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ അവിടെ പരേഡ് പുരോഗമിക്കുകയാണ്. ഇതാദ്യമായി സംസ്ഥാനത്തെ നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാർ പരേഡിൽ അണിനിരക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. നേരത്തെ റിനു അക്കാര്യം പറഞ്ഞിരുന്നു. വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള 40 വിദ്യാർത്ഥികൾ NSSനായി ആ പരേഡിൽ പങ്കെടുക്കുന്നു. മന്ത്രി ശശീന്ദ്രൻ കാസർഗോഡ് അവിടെ അഭിവാദ്യം സ്വീകരിക്കുന്നു. മന്ത്രി കെ രാജൻ
തൃശ്ശൂരിലാണ് മന്ത്രി കെ രാജനുള്ളത്. അങ്ങനെ മന്ത്രിമാർ അണിനിരക്കുന്ന പരിപാടികൾ ഓരോരോ ജില്ലകളിലായി അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം 9:06:43 അങ്ങനെ പരിപാടികൾ പുരോഗമിച്ച് ആത്യന്തികമായ പരിപാടി ഉറപ്പായും കർത്തവ്യബദ്ധയിലേക്ക് തന്നെയാണ് നമ്മുടെ നോട്ടം, നമ്മുടെ ആകാംക്ഷ. 10:30 അത് തുടങ്ങാൻ പോകുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിലെ പരിപാടി അവിടെ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ അവിടെയുണ്ട്. മേയർ വി രാജേഷ് അടക്കമുള്ളവരുണ്ട്. രാജ്യത്തിൻ്റെ പല ഭാഗത്ത്, സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്ത്, നേരത്തെ തമിഴ്നാട്ടിൽ നിന്നുള്ള റിപ്പബ്ലിക് പരേഡ് നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ മന്ത്രി എ കെ ശശീന്ദ്രൻ കാസർഗോഡ് അവിടെ അഭിവാദ്യം സ്വീകരിക്കുന്നു. അങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതത് സംസ്ഥാനങ്ങളിലെ വിവിധ വിഭാഗങ്ങൾ അച്ചടക്കത്തോടുകൂടി പങ്കെടുക്കുന്ന പരേഡ്, അത് അച്ചടക്കത്തിൻ്റെ വിളംബരം കൂടിയാണ്. അത് ഐക്യത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും വിളംബരം കൂടിയാണ്. അതങ്ങനെ പുരോഗമിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കേരള പോലീസ് ലോക്കൽ മെൻ പ്ലാറ്റൂൺ നയിക്കുന്നത് സജേഷ് സി ജോസ്, സബ് ഇൻസ്പെക്ടർ വൈത്തിരി പോലീസ് സ്റ്റേഷൻ. കേരള പോലീസ് ലോക്കൽ വിമൻ പ്ലാറ്റൂൺ ശ്രീധു കെ, സബ് ഇൻസ്പെക്ടർ കൽപ്പറ്റ പോലീസ്. റിപ്പബ്ലിക് ദിന പരേഡുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി, രാജ്യവ്യാപകമായി തന്നെ പറയണം, സംസ്ഥാന വ്യാപകമായിട്ടല്ല, രാജ്യവ്യാപകമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ അതത് സംസ്ഥാനങ്ങളിൽ ഇതുപോലെ പരിപാടികൾ നടക്കുന്നു. കേരളത്തിൽ തിരുവനന്തപുരത്ത്, കൊച്ചി, കോഴിക്കോട് അടക്കം എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അഭിവാദ്യം സ്വീകരിക്കുന്നത്. അദ്ദേഹം നേരത്തെ പതാക ഉയർത്തിയിരുന്നു സെൻട്രൽ സ്റ്റേഡിയത്തിൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം നടക്കാനിരിക്കുന്നത് ഡൽഹിയിലാണ്. ഡൽഹിയിലേക്കാണ് ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. कूच के कॉलम में मंच से गुजरेंगे लीडिंग कंटिंजेंट अगेन ब्रेड दानव बट വിവിധ പോലീസ് വിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കുന്നു. തിരുവനന്തപുരത്ത് മന്ത്രി വി ശിവൻകുട്ടി, മന്ത്രി ജി ആർ അനിൽ, മേയർ വി രാജേഷ്, എ റഹീം MP അടക്കമുള്ളവർ അവിടെയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അഭിവാദ്യം സ്വീകരിച്ചു. അവിടെ പതാക നേരത്തെ ഉയർത്തിയിരുന്നു. അങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആ ചടങ്ങുകൾ അങ്ങനെ പുരോഗമിക്കുകയാണ്. വയനാട് മന്ത്രി OR കേളു സല്യൂട്ട് സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ. കൃഷ്ണകുമാർ MP-യുടെ നേതൃത്വത്തിലുള്ള SKMJ HSS കൽപ്പറ്റ NCC പ്ലാറ്റൂൺ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.